സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയത്തിൽ 5-ാമത്തെ ദശകത്തിൽ 9-10 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ, അതായത് 7-8 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ സൃഷ്ടികളെക്കുറിച്ച് വിവരിക്കുന്നു. ചുരുക്കത്തിൽ ഭഗവാൻ വിരാട് പുരുഷനായിട്ട് അവതരിച്ച കഥയാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ഇവിടെ ഈ 7-8 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ സങ്കല്പം ഹേതുവായിട്ട് അവിടുന്ന് അഹങ്കാരം, ചിത്തം, ബുദ്ധി എന്ന വൃത്തികളോടുകൂടി അന്ധഃകരണത്തെ സൃഷ്ടിച്ചു. അതിനുശേഷം രജോഗുണത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. പിന്നീട് താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ഉണ്ടായി എന്നിങ്ങനെ സൂചിപ്പിച്ചു. അതിനുശേഷം ഈ ശബ്ദത്തിൽ നിന്ന് എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നാണ് വിവരിക്കുന്നത്. 8-ാമത്തെ ശ്ലോകത്തിൽ ശബ്ദത്തിൽ നിന്ന് ആകാശം, പിന്നീട് സ്പർശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, ഇങ്ങനെ ഓരോരോ സൃഷ്ടിക്രമത്തിലെങ്ങനെ പറഞ്ഞിട്ട് രസത്തിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഗന്ധം, പിന്നീട് ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും അവിടുന്ന് സൃഷ്ടിച്ചു ഗുരുവായൂരപ്പ എന്നിങ്ങനെ മേൽപ്പത്തൂര് അവിടെ സൂചിപ്പിക്കണു. ഇങ്ങനെ ഇനി 9-10 ശ്ലോകങ്ങളിൽ ഈ സൃഷ്ടികൾ എങ്ങനെയാണ് ബ്രഹ്മാണ്ഡമായി തീർന്നത് എന്നിങ്ങനെ അടുത്ത 2 ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് ചെയ്യണത്. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണ ദേവാശ്ച ജാതാ പൃഥഗ്നോ ശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരഭീമിസ്മിത്തദാ ത്വം നാനാവിധസുർഗൃതിർഭുനതു ഗുണ തത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം യഥാ. ഇങ്ങനെ ഈ മഹാഭൂതങ്ങൾ, അതേപോലെ ഇന്ദ്രിയങ്ങൾ, ദേവഗണങ്ങൾ, ഇതെല്ലാം വെവ്വേറെ നിന്നതുകൊണ്ട് ഈ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കാനായിട്ടുള്ള ശക്തി ഉണ്ടായില്ല, അല്ലെങ്കിൽ ശക്തരായില്ല എന്നിങ്ങനെ പറയണു. അപ്പോൾ ദേവന്മാരൊക്കെ സ്തുതിച്ചു ഭഗവാനെ. അവരവരുടെ യഥാശക്തി അതിമനോഹരമായിട്ട് ഭഗവാനെ ബ്രഹ്മാവി ദേവന്മാർ സ്തുതിക്കണു. അങ്ങനെ ആ ദേവന്മാരുടെ നാനാവിധത്തിലായ സ്തുതി കേട്ട് ഭഗവാൻ സന്തുഷ്ടനായിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെ ഈ തത്വങ്ങളിൽ അന്തര്യാമിയായിട്ട് പ്രവേശിച്ച് ചൈതന്യം ഉണർത്തി എല്ലാത്തിനെയും യോജിപ്പിച്ച് ഹിരൺമയമായ അണ്ഡത്തെ നിർമ്മിച്ചു എന്നിങ്ങനെ സൂചിപ്പിച്ചു. ഹിരൺമയം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള അണ്ഡത്തെ നിർമ്മിച്ചു എന്നിവിടെ ഇങ്ങനെ സൂചിപ്പിക്കണു. പിന്നീട് ആ അണ്ഡത്തിന് എങ്ങനെയാണ് ചലനശക്തി കിട്ടുന്നത്? ഈ അണ്ഡത്തെ നിർമ്മിച്ചെങ്കിലും ഈ ബ്രഹ്മാണ്ഡം, ഈ അണ്ഡം ജഡസ്വരൂപിയാണ്, ചലനശക്തി ഇല്ലാണ്ടെയാണ് വർത്തിക്കുന്നത്. അപ്പോൾ ഏത് വിധത്തിലാണ് ഈ അണ്ഡത്തിന്, ഹിരൺമയമായ ഈ അണ്ഡത്തിന് ചലനശക്തി ലഭിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കണു. അണ്ഡം തൽഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠൽ സഹസ്രം സമാ നിർഭിന്ദന്ന ഹൃദാശ്ചതുർദേശജഗൽരൂപം വിരാടാഹ്വയം സാഹസ്രൈഃ കരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർഭാദോസി മരുൽപുരാധിപസമാം ത്രായസ്വ സർവാമയൽ. അങ്ങനെ ഈ ഭഗവാന്റെ തന്നെ ഇച്ഛ കൊണ്ട്, സങ്കല്പം കൊണ്ട്, ഈക്ഷണം എന്ന ലീല കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ഈ അണ്ഡത്തെ, അല്ലെങ്കിൽ ഈ അണ്ഡത്തിന് എങ്ങനെയാണ് ചലനശക്തി കിട്ടിയത് എന്നിവിടെ വർണ്ണിക്കണു. ഈ അണ്ഡം കാരണജലത്തിൽ 1000 സംവത്സരം കിടന്നു എന്നാണ് പറയണത്.
1000 സംവത്സരം അങ്ങനെ ആ സ്ഥിതി ചെയ്ത ഈ അണ്ഡത്തെ ഭേദിച്ച് അവിടുന്ന് 14 ലോകങ്ങളാകുന്ന വിരാട് രൂപമാക്കി സമസ്ത ജീവസ്വരൂപനായി ആയിരക്കണക്കിന് കരപാത ശിരസ്സുകളോടുകൂടിയ വിരാട് രൂപനായി വിളങ്ങി. അപ്പം അങ്ങനെ ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഈ വെവ്വേറെ നിൽക്കുന്നതായ ഈ ഭഗവാന് തന്നെ സൃഷ്ടിഭേദങ്ങൾ ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കാൻ ശക്തരായില്ല. പിന്നീട് അവിടുന്ന് തന്നെ അന്തര്യാമിയായിട്ട് ഈ അണ്ഡത്തിൽ പ്രവേശിച്ച് ആ ചൈതന്യം കൊണ്ട് ഈ അണ്ഡത്തിന് ചലനശക്തി കിട്ടണു. അങ്ങനെ ഭഗവാനെ അവിടുന്ന് ഈ കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്ത് പിന്നീട് അവിടുന്ന് ഈ അണ്ഡത്തെ ഭേദിച്ച് 14 ലോകങ്ങളാകുന്ന വിരാട് രൂപമാക്കി സമസ്ത ജീവസ്വരൂപനായി വർത്തിക്കണു. അങ്ങനെ ആ വിരാട് സ്വരൂപിയായി അവതരിച്ച ലോകത്തെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ അവിടുന്ന് അടിയൻ്റെ രോഗങ്ങളെയും മാറ്റിത്തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിരാട് പുരുഷോൽപത്തി എന്ന ഈ 5-ാമത്തെ ദശകം ഉപസംഹരിക്കുന്നത്. സാഹസ്രൈ കരപാദമൂർധനിവഹൈർനിശേഷജീവാത്മവോ നിർഭാദോസി മരുൽപുരാധിപസമാം ത്രായസ്വസർവാമയൽ. അങ്ങനെ ആ ആയിരക്കണക്കിന് കരപാദശിരസ്സോടുകൂടിയ വർത്തിച്ച അവതരിച്ച വിരാട് പുരുഷനായി വിളങ്ങിയ ഈ ഗുരുവായൂരപ്പ അടിയനെ അവിടുന്ന് സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടതാ ഭഗവാന്റെ വിരാട് പുരുഷോൽപത്തി എന്ന വർണ്ണനം ആ ദശകം ഇവിടെ ഉപസംഹരിക്കണം. ഇനി അടുത്ത ദശകത്തിൽ ഈ വിരാട് പുരുഷനായിട്ട് അവതരിച്ച ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ ഏതെല്ലാം ലോകങ്ങളായിട്ടാണ് വർത്തിച്ചത് എന്നിങ്ങനെ അടുത്ത ദശകത്തിൽ വർണ്ണിക്കണം. അത് നമുക്ക് നാളെ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.